ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് വന്നിട്ട് ANDR ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ 3 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 1 hour അടുത്ത് ട്രാവൽ ഉണ്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മൾ സാധനമൊക്കെ കയറ്റി പോവാണ്. അങ്ങനെ നമ്മൾ 4:15 ആയപ്പോൾ ANDR എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബ്രൈഡ് അൻസിയ. അപ്പോൾ ആൾക്ക് നമ്മളൊരു ഗ്ലോ മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോണത്. അതുപോലെ സാരിയാണ് ഔട്ട്ഫിറ്റ് വരുന്നത്. അപ്പോൾ സാരിയൊക്കെ നമ്മളൊന്ന് പ്ലീറ്റ്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ മേക്കപ്പിൻ്റെ ഫുൾ വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുൾ ലുക്കൊന്ന് കണ്ടിട്ട് വരാം അല്ലേ. നമ്മൾ ലെൻസ് വെച്ചിട്ടുള്ളത് സ്പൈസി ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. നമ്മളോട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് നമ്മൾ ഏത് ലെൻസാണ് യൂസ് ചെയ്യുന്നതെന്ന്. നമ്മുടെ അക്വ ലെൻസിൻ്റെ സ്പൈസി ഗ്രേ ആണ് നമ്മൾ അൻസിയയ്ക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ ബ്രൈഡ് അവരുടെ സ്കിൻ ടോണ് കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് കേട്ടോ ലെൻസിൻ്റെ ഷെയ്ഡ് ചൂസ് ചെയ്യുക. പിന്നെ ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര വരച്ച് വെച്ചതുപോലൊന്നും അല്ല, ഒന്ന് ജസ്റ്റ് ഫിൽ ചെയ്ത് ഒന്ന് എടുത്തിട്ടുള്ളൂ ഐബ്രോസ്. നമ്മൾ കൂടുതലും ബ്രൈഡ്സിന് അങ്ങനെയാണ് ചെയ്യാറ്. ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് ഷേപ്പ് ചെയ്ത് എടുക്കാറേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഐസ് കൺസീൽ ചെയ്യാണ്. നമ്മൾ ഐ മേക്കപ്പിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഐസെല്ലാം ഒന്ന് കൺസീൽ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ലൈറ്റ് കളർ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കൺസീൽ ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യുന്നത് PACൻ്റെ കൺസീലറാണ്. പിന്നെ നമ്മൾ ഐ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമുക്ക് മിസ്സായിപ്പോയി. ഇത് അതിൻ്റെ ഫൈനൽ പാർട്ടാണ്. നമ്മളൊരു ഗ്ലിറ്റേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സാരിക്ക് മാച്ചായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ലാഷ് വന്നിട്ട് യൂറോ പാരിസിൻ്റെ ലാഷാണ്. അത് 54, 53, 51 അങ്ങനെ ഷെയ്ഡ്സുകളുണ്ട്. പിന്നെ അത് നമ്മൾ ഓരോ ബ്രൈഡ്സിന് സ്യൂട്ടായിട്ടുള്ള ഇത് നോക്കിയിട്ടാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആൾക്ക് യൂസ് ചെയ്തിട്ടുള്ളത് 54 ആണ്. അതൊരു ലൈറ്റ് ആയിട്ടുള്ള ലാഷസ് ആയിരിക്കും. പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് മോയ്സ്ചറൈസറാണ് കേട്ടോ. മോയ്സ്ചറൈസർ നമുക്കങ്ങനെ ഇന്ന മോയ്സ്ചറൈസർ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഓരോ സ്കിൻ ടൈപ്പിന് ചേരുന്നതനുസരിച്ചിട്ടാണ് മോയ്സ്ചറൈസർ ചൂസ് ചെയ്യുന്നത്. ഇപ്പം ആളുടെ സ്കിന്ന് വന്നിട്ട് ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. അത് നമ്മൾ എംബ്രോയിഡ്സിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ചില ഭാഗത്തൊക്കെ കുറച്ച് ഓയിലിയാണ്. അതുകൊണ്ട് നമ്മൾ പ്രൈമറായിട്ട് ഹുദ ബ്യൂട്ടിയുടെ പ്രൈമറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഹൈലൈറ്റർ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഹൈലൈറ്ററാണ്. നമ്മൾ എല്ലാ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. അത് ഈ ഹൈലൈറ്റർ ഇപ്പോൾ വന്നിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്കാണ് കേട്ടോ. ഇപ്പം ഇത് അവൈലബിൾ അല്ല. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഇടാമോ എന്നുള്ളത്. അപ്പം ഇതിപ്പം അവൈലബിൾ അല്ല. ഇത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഒരിടത്തും ഓൺലൈൻ ഷോപ്പിങ്ങിലൊന്നും കാണിക്കുന്നില്ല. അതുപോലെ സ്റ്റോഴ്സിലും ഇതിപ്പോൾ അവൈലബിൾ അല്ല. ഞാൻ റീസെൻ്റ്ലി വാങ്ങിച്ചിട്ടുള്ളത് PACൻ്റെ ഹൈലൈറ്ററാണ്. അതും ഇതുപോലെ തന്നെ നല്ല ഫിനിഷിങ് കാര്യങ്ങളാണുള്ളത്. നല്ല ഗ്ലോ ഉണ്ടാവും. അത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അനീസൻസാരിയുടെ ഷോപ്പിൽ നിന്നാണ് കേട്ടോ. നമ്മൾ കൂടുതലും പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യുന്നത് അനീസൻസാരിയുടെ ഷോപ്പിൽ നിന്നാണ്. അതുപോലെ പിന്നെ നൈക്കയിൽ ലുലുവിലുള്ള നൈക്കയെന്ന്, പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഓൺലൈനിൽ നൈക്കയെന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹെയർ സ്റ്റൈൽസ് ചെയ്യുമ്പം 1-2 ഹെയർ സ്റ്റൈൽസ് വെച്ച് നോക്കും കേട്ടോ. അതുപോലെ സെൻറ്റർ പാർട്ടീഷൻ ചെയ്ത് നോക്കും. അതുപോലെ സൈഡ് ഒക്കെ ബ്രൈഡ്സിനെ കാണിക്കും. അതിൽ അവർ ഏതാണോ ഓക്കെ ആയിട്ടുള്ളത്, കുറച്ചുകൂടെ സ്യൂട്ടായിട്ടുള്ളത് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യാറ് കേട്ടോ.
അപ്പോൾ നമ്മുടെ ബ്രൈഡിന് സൈഡ് പാർട്ടീഷനാണ് കുറച്ചുകൂടെ സ്യൂട്ടായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഒരു സൈഡ് പാർട്ടീഷൻ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ബാക്കിലും ഒരു മെസ്സി ബൺ കൊടുത്തിട്ട് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഹെയർ സ്റ്റൈലൊക്കെ കഴിഞ്ഞു. നമ്മൾ ഷോള് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ദുപ്പട്ട നമ്മൾ ദുപ്പട്ട ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹെയറിൽ. അപ്പോൾ നമ്മൾ ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഒരു നൂല് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ആ ഒരു പ്ലേസിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബ്രൈഡിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മുടെ ബ്രൈഡിന് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മേക്കപ്പ് വന്നിട്ട്. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക്. നല്ലൊരു ഗ്ലോ മേക്കപ്പാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആളുടെ സ്കിന്നിന് കുറച്ചൊരു ടെക്സ്ചേർഡ് സ്കിന്നായിരുന്നു, അതിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ച് അത് കുറച്ച് ടൈം ഇരിക്കുമ്പോഴാണ് കേട്ടോ ഒന്ന് ഫേസിലേക്ക് ഒന്ന് സെറ്റായിട്ട് വരിക, നല്ലൊരു ഫ്ലോലെസ് ഫിനിഷ് വരിക. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.